وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്നും എവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 94-ാം അധ്യായമായ സൂറത്തു ശറഹാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ സൂറത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ സൂറത്തു ശറഹിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ചില ഉപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകന് മനസ്സമാധാനവും വലിയ പ്രതീക്ഷയും ഉണ്ടാക്കുന്ന ചില വചനങ്ങളും, തുടർന്ന് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ട, ഓർത്തുവെക്കേണ്ട, ആശ്വാസം നൽകുന്ന ചില വചനങ്ങളുമാണ് സൂറത്തു ശറഹിലുള്ളത്. ആകെ 8 ആയത്തുകളാണ് സൂറത്തു ശറഹ്. ഷറഹ് എന്നാൽ വിശാലമാക്കൽ എന്നാണ് അർത്ഥം. ഒന്നാമത്തെ ആയത്തിലെ നഷ്റഹ് എന്ന പദത്തിൽ നിന്നാണ് ഈ സൂറത്തിന് ഷറഹ്, വിശാലമാക്കൽ എന്ന പേര് വന്നിട്ടുള്ളത്. സൂറത്തു ശറഹും മക്കിയാണ്, മക്കയിൽ അവതരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പഠിക്കുകയും അത് പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അലം നശ്റഹ് ലക സ്വദ്റക്. അലം നശ്റഹ്, അലം നശ്റഹ് ലക, അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലേ? നബിയോട് ചോദിക്കുകയാണ്. നബി തങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അലം നശ്റഹ്, നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ? എന്തിനെ? സ്വദർ, നെഞ്ച്, ഹൃദയം. നിന്റെ ഹൃദയത്തെ നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ എന്നാണ് ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ ചോദ്യം. ഹൃദയം വിശാലമാകുക എന്നത് വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഹൃദയത്തിന് നല്ല വിശാലതയുണ്ടാകണം. നമുക്കറിയാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് സീനാ തായ്വരയിൽ വെച്ച് മൂസാ നബിയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു. ആ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന, ധാരാളം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ചോദിച്ചത് റബ്ബി ശ്റഹ് ലീ സ്വദിരി, റബ്ബി ശ്റഹ് ലീ സ്വദിരി. മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ. സൂറത്ത് ത്വാഹയിൽ നിന്ന് നമുക്ക് കാണാം. അപ്പൊ ഹൃദയം വിശാലമാവുക എന്നത് വളരെ മഹത്തായ ഒരു അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്.
അള്ളാഹു മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും നൽകുന്ന അതിമഹത്തായ ഒരു ഗുണവിശേഷണമാണ് ഹൃദയവിശാലത. ഹൃദയം കഠിനമായി പോയാൽ എന്ത് ചെയ്യണമെന്ന് ഒരാൾക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ ഏറെ നിറഞ്ഞു നിൽക്കുന്ന, മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടാകും. 1.5 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പെറ്റ ആ കുഞ്ഞിൻ്റെ ഉമ്മയും ആ ഉമ്മയുടെ കാമുകനും ചേർന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും ചെയ്യാൻ കഴിയുകയല്ല, നമുക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം 1.5 വയസ്സായ ഒട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞ് പൈതലിനെ മാരകമായ മുറിവേൽപ്പിച്ചു. 50-ലേറെ മാരകമായ മുറികൾ ആ കുഞ്ഞു ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ്. ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട്? ഹൃദയത്തിന് വിശാലതയില്ല, പരസ്പര സ്നേഹമില്ല. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്നും ഇർഹമു, നിങ്ങൾ ചെറിയവരെ സ്നേഹിക്കണം, അവരോട് നിങ്ങൾ കരുണ കാണിക്കണം, പ്രായമുള്ളവരെ നിങ്ങൾ ആദരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്നാൽ ഹൃദയ വിശാലതയില്ലാത്ത, ഹൃദയം കഠിനമായി പോകുന്നതിനെ ഞാൻ നിങ്ങളുമൊക്കെ ഭയപ്പെടണമെന്നും, നമ്മുടെ മനസ്സാണ് ഏറ്റവും ശുദ്ധമാകേണ്ടത്, എല്ലാവരോടും സ്നേഹവും അലിവും കാരുണ്യവും വിനയവും ദയയും എല്ലാം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. നബി തങ്ങളോട് അള്ളാഹു ചോദിക്കുന്നത്, അലം നശറഹ ലക സ്വദറക്, അള്ളാഹുവിൻ്റെ റസൂലേ, നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലമുള്ളതാക്കി തന്നില്ലേ? എന്തിന് വിശാലമുള്ളതാക്കി തന്നു? മതനിയമങ്ങൾ ഉൾക്കൊള്ളുവാനും അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുവാനും നല്ല സ്വഭാവങ്ങളെ സ്വീകരിക്കുവാനും നാളെ പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള നന്മകൾ മുഴുവനും ഒരു പ്രയാസവുമില്ലാതെ അനായാസം പ്രവർത്തിക്കുവാനുമൊക്കെ നിന്റെ ഹൃദയം നാം വിശാലമുള്ളതാക്കി. നന്മകൾക്ക് വഴങ്ങാത്ത വിധം, നന്മകൾ സ്വീകരിക്കാൻ പര്യാപ്തമല്ലാത്ത വിധം പ്രയാസകരവും കുടുസായതും നിന്റെ ഹൃദയം നാം ആക്കിയില്ല. ആ നിലക്ക് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സ് ഏറെ വിശാലത ഉള്ളതായിരുന്നു, നമുക്കറിയാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ഹൃദയ വിശാലതയുള്ള മറ്റൊരാളും ലോകത്തുണ്ടായിരുന്നില്ല. അത്രമാത്രം സ്നേഹമായിരുന്നു പ്രിയപ്പെട്ട പ്രവാചകന് എല്ലാവരോടും. അള്ളാഹുവിൻ്റെ റസൂല് ഒരാളെ പോലും വേദനിപ്പിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം 10-ലേറെ വർഷങ്ങൾ താമസിച്ചിട്ട് പ്രിയപ്പെട്ട പ്രവാചകനിൽ നിന്ന് വേണ്ടാത്ത ഒരു വർത്തമാനം എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. ശത്രുക്കൾക്ക് പോലും അറിയാമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആ ഹൃദയ വിശാലത. അതാണ് അള്ളാഹു തആല ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹം. ഇനി രണ്ടാമത്തെ അനുഗ്രഹം, വവളഅനാ അൻക വിസ്റക, വവളഅനാ നാം താഴ്ത്തി വെക്കുകയും ചെയ്തു, വവളഅനാ നാം ഇറക്കി വെക്കുകയും ചെയ്തു, അൻക നിന്നിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തു, വിസ്ർ ഭാരം, വിഷമം, നിന്റെ വിഷമം, വവളഅനാ അൻക വിസ്റക നിന്നിൽ നിന്ന് നിന്റെ ആ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. അവിടെ ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപമാണ്. അപ്പൊ നിന്നിൽ നിന്ന് നിന്റെ ആ ഭാരം, ആ പാപത്തെ നാം ഇറക്കി വെക്കുകയും ചെയ്തു. അല്ലദീ അൻഖള ലഹറക, അല്ലദീ അൻഖള ലഹറക, അല്ലദീ അൻഖള ഒടിച്ചുകളഞ്ഞ, അല്ലദീ അൻഖള ഒടിച്ചുകളഞ്ഞ, ഞെരിച്ചുകളഞ്ഞ ഭാരം. എന്തിനെ? ലഹറക, ലഹർ മുതുക്, ലഹറക നിന്റെ മുതുകിനെ, അല്ലദീ അൻഖള ലഹറക നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞതായ ആ പാപമാകുന്ന ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക
മിൻ ദംബിക വമാ തഅഖർ, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയതും പിന്നീട് ഉണ്ടാകുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിന് വേണ്ടിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന് പറയുന്നു. മറ്റൊരായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പാപങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളെയും നബിയെ നിനക്ക് ഞാൻ പുറത്തു തരികയും ചെയ്തില്ലേ, നിന്റെ ആ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ഏറെ വിശാലതയുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോടും അനുയായികളോട് ശത്രുക്കളാകുന്ന ഖുറൈശികൾ അവർ കാണിച്ചിട്ടുള്ള ശത്രുത ചരിത്രത്തെ തുല്യതയില്ലാത്തതാണ്. ഒരുപാട് അവർ വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു, ബഹിഷ്കരിച്ചു, പട്ടിണിക്കിട്ടു മഹാൻവദന്മാരാകുന്ന സ്വഹാബത്തിനെ എല്ലാ നിലക്കും അവർ പീഡിപ്പിച്ചു. അവരുടെ സ്വത്ത് പോലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അവരധ്വാനിച്ചുണ്ടാക്കി അവരുടെ സ്വത്ത് പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ മുഴുവനും ആ മക്കയിൽ ഇട്ടേച്ചു പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ മക്ക വിജയ ദിവസം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രിയപ്പെട്ട പ്രവാചകനെയും സ്വഹാബത്തിനെയും നിരന്തരമായി അതിശക്തമായി പീഡിപ്പിച്ച ആ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവർ തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്കെതിരെ ശക്തമായ ഒരു വിധി പ്രഖ്യാപനം നടത്തും എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നത്, നിങ്ങളെല്ലാവരും പോവുക, നിങ്ങൾക്കിതാ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങൾ ഞങ്ങളെ പീഡിപ്പിച്ചവരാണ്, ആക്രമിച്ചവരാണ്, ഞങ്ങളുടെ സ്വത്ത് കൊള്ളയടിച്ചവരാണ്, പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ അത്രയും വിശാലമായ മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ മക്കയിൽ നിന്ന് അതിശക്തമായി പീഡിപ്പിച്ചു. അവസാനം ത്വായിഫിലുണ്ട് തന്റെ അമ്മാവന്മാർ, ആ അമ്മാവന്മാർ തന്നെ സഹായിക്കും, തനിക്ക് പിന്തുണ നൽകും എന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിന്റെ റസൂല് ത്വായിഫിലേക്ക് ഹിജറ പോകുന്നുണ്ട്. പക്ഷെ ആ ത്വായിഫിലെത്തിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ആളുകൾ, സ്വന്തം നാട്ടുകാര്, കുടുംബങ്ങൾ, അങ്ങാടി പിള്ളേരെ വിട്ടുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലിൽ നിന്ന് രക്തമൊഴുകി. ആട്ടിവിട്ട ത്വായിഫുകാരെ കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതെന്തായിരുന്നു? അവരെ നശിപ്പിക്കണേ എന്നല്ല. വേണമെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിനെ ദുആ ചെയ്യാമായിരുന്നു. പക്ഷേ ആ മനസ്സിന്റെ വിശാലത കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കാലിൽ നിന്ന് രക്തം പൊടിയുമാറ് കല്ലെറിഞ്ഞ് ആക്രമിച്ച, ആട്ടിയോടിച്ച ആ സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂന. അള്ളാഹുവേ, ഈ സമുദായം എന്നെ കല്ലെറിഞ്ഞത്, എന്നെ ആട്ടിയോടിച്ചത്, എന്നെ ആക്രമിച്ചത് വിവരമില്ലാത്തതുകൊണ്ടാണല്ല, അവർക്ക് വിവരമില്ല, അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച വളരെ ഹൃദയ വിശാലതയുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. അല്ലാഹു തആല അതാണ് പറഞ്ഞത്, നബിയെ, അങ്ങയുടെ ഹൃദയത്തിന് ഞാൻ വിശാലമുള്ളതാക്കി തന്നില്ലേ. രണ്ടാമത് പറഞ്ഞത്, നിന്റെ എല്ലാവിധ പാപങ്ങളും ഞാൻ പുറത്തു തന്നിട്ടില്ലേ, നിന്റെ ആ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ എന്നതാണ്. ഇനി മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത മൂന്നാമത്തെ ഒരു അനുഗ്രഹം എടുത്തുദ്ധരിക്കുന്നു. വറഫഅനാ ലക ദിക്റക, വറഫഅനാ, നാം ഉയർത്തുകയും ചെയ്തില്ലേ നബിയേ, വറഫഅനാ, നാം ഉയർത്തുകയും ചെയ്തു, ഞാൻ ഉന്നതമാക്കുകയും ചെയ്തു, ലക, നിനക്ക്, ദിക്റക, നിന്റെ സ്മരണയെ, വറഫഅനാ ലക ദിക്റക, നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തില്ലേ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കീർത്തി ആർക്കാ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാത്ത, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർക്കാത്ത, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു നിമിഷ നേരം പോലും, ഒരു സെക്കൻഡ് പോലും ലോകത്തില്ല. എല്ലാ സെക്കൻഡുകളിലും ആ പ്രിയപ്പെട്ട പ്രവാചകനെ ഓർക്കുന്നു,
അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുന്നു. അല്ലേ? അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക, നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നു നബിയേ. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൂർണ്ണനായ മനുഷ്യൻ, അമ്പിയാക്കളിൽ ഉന്നതമായിരിക്കുന്ന പദവിയുള്ള, അമ്പിയാക്കളിൽ അത്യുത്തമനായ ഒന്നാമനായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷഫാഅത്തുൽ ഉലമക്കിന്റെ അധികാരം അല്ലാഹു നൽകിയിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് അല്ലാഹുവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പിൻപറ്റുന്നത് ആരെയാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാത്ത ദിവസങ്ങളുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാത്ത ദിവസം നമ്മൾ മുസ്ലിമീങ്ങളല്ല, അല്ലേ? ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അള്ളാഹുവിനോടൊപ്പം മഹാനായ മുഹമ്മദ് റസൂലുള്ള എന്ന നമ്മുടെ കരളിന്റെ കഷ്ണമായ ആ പ്രവാചകന്റെ നാമം ഞാനും നിങ്ങളുമൊക്കെ പരാമർശിക്കുന്നു. അത് പരാമർശിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, പല വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ തന്റെ സമുദായത്തിന്റെ മനസ്സിൽ മറ്റൊരാൾക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. ഓരോ സമുദായത്തിന്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിന്റെ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. പ്രിയപ്പെട്ട പ്രവാചകനെ ഓർക്കാത്ത ദിവസങ്ങളില്ല, പേര് പറയാത്ത സമയങ്ങളില്ല. അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവരാ നമ്മൾ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്നവരാ നമ്മൾ. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹിയോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം നമ്മുടെ വാപ്പയെക്കാളും വലുതാണ്. നമ്മുടെ ഉമ്മയെക്കാളും സ്നേഹിക്കണം. നമ്മുടെ ഭാര്യമാരെക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ, കച്ചവടത്തേക്കാൾ, വീടിനേക്കാൾ, വാഹനത്തേക്കാൾ, എല്ലാത്തിനേക്കാളും കൂടുതൽ ഒന്നാമതായി നാം സ്നേഹിക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാണ്. അങ്ങനെ സ്നേഹിക്കാതെ നമുക്ക് വിശ്വാസികളാകാൻ കഴിയില്ല. അല്ലാഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതാണ് അല്ലാഹു തആല ഇവിടെ 4-ാമത്തെ ആയത്തിൽ നബി തങ്ങളോട് പറയുന്നത്, വറഫഅനാ ലക ദിക്റക, നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിനോളം കീർത്തിയുള്ള, പ്രശസ്തിയുള്ള ഒരാളും ലോകത്തില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് 4-ാമത്തെ ആയത്തിൽ. തുടർന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും ഓർത്തു വെക്കേണ്ട ഏറ്റവും മഹത്തായ ചില സന്തോഷ വാർത്തകൾ അള്ളാഹുവിന്റെ റസൂലിന് മാത്രമല്ല, നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ സന്തോഷ വാർത്ത. ഏത് പ്രതിസന്ധികളിലും, പ്രയാസങ്ങളിലും, രോഗങ്ങളിലും, വേദനകളിലും, ദാരിദ്ര്യങ്ങളിലും ഈ ഒരു ചെറിയ ആയത്ത് മാത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിതാക്കളെ, നമ്മുടെ മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി. ഒരു സങ്കടം ഉണ്ടാവില്ല. എന്ത് തന്നെ വേദനകളാണെങ്കിലും ആ വേദനകളെല്ലാം മറക്കാൻ പര്യാപ്തമായ ചെറിയ ഒരു ആയത്ത്. ഏതാണ് ആ ആയത്ത്? നോക്കൂ നിങ്ങൾ. فإن مع العسر يسرا إن مع العسر يسرا. സദാ ഓർമ്മിച്ചിരിക്കേണ്ട, ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ മനസ്സമാധാനവും വലിയ പ്രതീക്ഷകളും പ്രദാനം ചെയ്യുന്ന 2 വചനങ്ങൾ 2 പ്രാവശ്യമായിട്ടാണ് അല്ലാഹു തആല അത് പറഞ്ഞത്. മഅൽ ഉസ്രി യുസ്റാ, 6-ാമത്തെ ആയത്തിലും 5-ാമത്തെ ആയത്തിലും. ആദ്യത്തിൽ ഒരു ഫ കൂടുതലുണ്ട് എന്ന് മാത്രം. ഫഇന്ന തീർച്ചയായും മഅൽ ഉസ്രി, ഉസ്ർ ഞെരുക്കം, ഞെരുക്കത്തോടുകൂടെ, മഅൽ ഉസ്രി ഞെരുക്കത്തോടുകൂടെ, പ്രയാസങ്ങളോടൊപ്പം ഉണ്ട്, യുസ്റ ഒരു എളുപ്പമുണ്ട്, ഒരു സൗകര്യമുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ഏതൊരു ഞെരുക്കമാണെങ്കിലും, ഏതൊരു ഞെരുക്കവും കാലാ ഞെരുക്കം നല്ല ഉണ്ടാവുക. ആ ഞെരുക്കത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാകും. എല്ലാ സമയവും ദാരിദ്ര്യം മാത്രം നല്ല ഉണ്ടാവുക.
അതിനുശേഷം ഒരു 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 സൗകര്യവും സുഖവും ഒക്കെ ഉണ്ടാകും എന്ന ഒരു വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു വാചകം. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ, അല്ലാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഈ പ്രയോഗം തന്നെ നോക്കൂ, നിങ്ങൾ ആ ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഉസ്ർ എന്നാൽ ഞെരുക്കം, പ്രയാസം. ആ ഞെരുക്കം എന്ന ആ ഉസ്ർ പറയുന്നിടത്ത് അല്ലാഹു തആല എങ്ങനെയാ പറഞ്ഞത്? അൽ ഉസ്ർ എന്നാ പറഞ്ഞത്, അൽ ഉസ്ർ. എന്നാൽ യുസ്ർ, എളുപ്പം എന്ന യുസ്റിനോടൊപ്പം അല്ലാഹു തആല മഅൽ ഉസ്രിൽ യുസ്റ, അൽ യുസ്റ പറഞ്ഞില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നത്, ഇവിടെ അൽ ഉസ്ർ അല്ല് ചേർത്ത് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഈ പ്രയാസം എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ എളുപ്പം എന്ന് പറയുന്നത് അതിവിശാലമാണ്. ചില പ്രത്യേകമായ ഒരു വിഷമങ്ങളും ഒരു പ്രത്യേകമായ സമയത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, എല്ലാ കാലവും ഉണ്ടാവില്ല. എന്നാൽ എളുപ്പം എന്ന് പറഞ്ഞാൽ അതിവിശാലമായിരിക്കും, അതിവിശാലമായിരിക്കും, കൂടുതൽ സമയവും സൗകര്യങ്ങളാണ് ഉണ്ടാവുക എന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിന്റെ പദത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും ഈ ആയത്തിലൂടെ അല്ലാഹു തആല നൽകുന്ന സന്തോഷ വാർത്ത, ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം കാണാം, വഇന്നൽ ഫറജ മഅൽ ഖർബി വഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്. ഒരാശ്വാസം കിട്ടണമെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രയാസത്തോടുകൂടെയാണ് ആശ്വാസം ഉണ്ടാവുക. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പം ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രയാസം എന്ന് പറയുന്നത് വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും, വളരെ ഒറ്റപ്പെട്ട എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എന്നാൽ എളുപ്പം എന്ന് പറയുന്നത് അതെപ്പോഴും ഉണ്ടാകുന്നതാണ്, ആവർത്തിക്കപ്പെടുന്നതായിരിക്കും എന്ന് അൽ ഉസ്ർ എന്ന അലിഫ്ലാമും യുസ്റിൽ അലിഫ്ലാം കൊടുക്കാതെയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല നമ്മളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത് സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ബാധകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തുകയാണ്. നബിയോട് മാത്രമല്ല നമ്മോടുകൂടെയാണ് ആ ഓർമ്മപ്പെടുത്തൽ. ആ ആയത്ത് 7-8 ആയത്തിൽ നമുക്ക് കാണാം. فإذا فرغت فانصب وإلى ربك فارغب. فإذا فرغت, ആകയാൽ നീ ഒഴിവായാൽ, ഫറഗ്ത നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവ് കിട്ടിയാൽ, ഫൻസ്വബ് നീ അധ്വാനിച്ചു കൊള്ളുക. ഫഇദാ ഫറഗ്ത ഫൻസ്വബ്, നീ ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കുക. വഇലാ റബ്ബിക ഫർഗബ്, വഇലാ റബ്ബിക നിന്റെ രക്ഷിതാവിങ്കലേക്ക്, ഫർഗബ് നീ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക, നിന്റെ രക്ഷിതാവിങ്കലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും ഇത് നമുക്കൊക്കെ ബാധകമായ ഒരു ആയത്തും കൂടെയാണ്. ഏത് ആയത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്ത് പറയുന്ന കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കും വലിയ പാഠങ്ങൾ ഉണ്ടാകും, അതിൽ സന്ദേശങ്ങൾ ഉണ്ടാകും. ജോലികളിൽ നിന്ന് വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങളൊന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തുന്നത്. ഏത് സമയത്തും അധ്വാനിക്കാതെ വെറുതെ നടക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടാകരുത് എന്ന മഹത്തായ ഉപദേശം നമുക്ക് കാണാവുന്നതാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. അത് ദുന്യവിയായിരിക്കുന്ന അധ്വാനങ്ങൾ ഉണ്ടാകണം. ഒരു പണിക്കും പോകാതെ ഒന്നിനും പോകാതെ അല്ല ഞാൻ തവക്കുലാക്കുകയാണ്, അള്ളാഹു എനിക്ക് ഭക്ഷണം നൽകും, അല്ലല്ലേ ഭക്ഷണം നൽകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരു പണിക്കും ഒരു ജോലിക്കും പോകാതിരിക്കരുത്.
ദുന്യവിയായിരിക്കുന്ന ജോലികളും ചെയ്യണം. അതോടൊപ്പം പരലോകത്തിന് വേണ്ടി അതിശക്തമായിരിക്കുന്ന പണിയെടുക്കണം. അതിശക്തമായ പണിയെടുക്കണം. പണിയൊന്നും എടുക്കാതെ നാളെ സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മൂഢത്തരമാണ്. ശക്തമായ അധ്വാനം, നല്ല വിശ്രമമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചെങ്കിലേ ആ സ്വർഗം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം അള്ളാഹു പറയുന്നത് ഫഇദാ ഫറഗത ഫൻസബ്, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. കിട്ടിയ ഒഴിവ് സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനാവശ്യമായിരിക്കുന്ന സംസാരങ്ങളും അനാവശ്യമായിരിക്കുന്ന തർക്കങ്ങളുമായി കഴിയുകയല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാവുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ മുഴുകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം 8-ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഇലാ റബ്ബിക ഫർഗബ്, വഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുക. നിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനും ഉത്തരം നൽകപ്പെടുന്നതിനും നിനക്കുള്ള ആഗ്രഹം നീ അധികരിപ്പിക്കുക. നമ്മൾ ഒരുപാട് കാര്യം റബ്ബിനോട് ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ആർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തീർത്തരാൻ കഴിയൂ? അള്ളാഹ്ക്ക് മാത്രമേ ചെയ്തു തരാൻ കഴിയൂ. നമുക്ക് രോഗമുണ്ട്, നാം ചികിത്സിക്കണം, അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. വിദഗ്ധരായിരിക്കുന്ന ഡോക്ടർമാരെ കാണണം, ചികിത്സിക്കണം, ഓപ്പറേഷൻ വേണമെങ്കിൽ അത് നടത്തണം, ഒക്കെ വേണം. പക്ഷെ അതൊക്കെ കാരണങ്ങളാണ്. ആ രോഗം സുഖപ്പെടുത്തേണ്ടത് ആത്യന്തികമായി ആരാകുന്നു? അള്ളാഹുവാകുന്നു. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും, ഏതൊരു ആഗ്രഹത്തിൻ്റെയും അവസാന പ്രതീക്ഷ ആരിലായിരിക്കണം? നമ്മുടെ നാഥനിലായിരിക്കണം. ആ അള്ളാഹു എന്നെ കൈവിടുകയില്ല. ആ നാഥൻ എന്തെങ്കിലും ഒരു മാർഗം അവൻ കാണിച്ചു തരും. ഞാൻ ചികിത്സിക്കുന്നതും എല്ലാം എൻ്റെ നാഥൻ, എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് മാത്രം ആകണം. അതിനുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി വർദ്ധിപ്പിക്കണം. ജോലികളിൽ നിന്ന് വിരമിച്ചാൽ കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടുകയും തങ്ങളുടെ രക്ഷിതാവിനെ അവഗണിക്കുകയും അവനെ വിസ്മരിക്കുകയും ചെയ്യുന്നവന് ആകരുത്. അങ്ങനെയായാൽ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കുമെന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ജോലി കഴിഞ്ഞു, അത് കഴിഞ്ഞ് കിട്ടുന്ന ഒഴിവുവേളകൾ, ആ സമയത്ത് വെറും വിനോദങ്ങൾ, അനാവശ്യമായിരിക്കുന്ന വർത്തമാനങ്ങൾ, അനാവശ്യമായിരിക്കുന്ന കളികൾ അത് കാണുകയും കേൾക്കുകയും ചെയ്യുക. അങ്ങനെയായാൽ, അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ലാത്തവനായാൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇതിൻ്റെ ഉദ്ദേശമായി പറയപ്പെട്ട മറ്റൊരു കാര്യം, നീ നമസ്കാരം പൂർത്തീകരിച്ച് വിരമിച്ചാൽ നീ പ്രാർത്ഥനയിൽ പരിശ്രമിക്കണം എന്നതാണ്. ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹത്തെ സമർപ്പിക്കുകയും ചെയ്യുക. നിസ്കാരം പൂർത്തീകരിച്ച് വിരമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ പഠിപ്പിച്ചിടത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് നിസ്കാരത്തിൻ്റെ ഉടനെയുള്ള പ്രാർത്ഥന, ഫർള് നമസ്കാരത്തിൻ്റെ ഉടനെയുള്ള പ്രാർത്ഥന. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അത് അള്ളാഹു തആല നമുക്ക് ഉത്തരം കിട്ടാൻ നമുക്ക് കാരണമായി തീരും. അതോടുകൂടെ നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളും ദിക്റുകളും മതപരമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളുമെല്ലാം ചെല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്ന ഒരു തത്വവും കൂടി, ഒരു പാഠവും സന്ദേശവും കൂടി ഈ ആയത്തിൽ വിശദീകരണമായി മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അത് അള്ളാഹുവിങ്കലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അല്ലാത്ത മരണപ്പെട്ടു പോയ ഏതെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ ബീവിമാരിലേക്കോ ജാറങ്ങളിലേക്കോ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും അവരോട് ആഗ്രഹങ്ങൾ പറയുകയും അത് അവർ ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നത് തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത്തരം ആളുകളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയില്ല, അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഏത് സമയത്തും നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്തുവാനും അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മഫാക്കി നൽകണം റഹ്മാന. സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന, സഹായിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന, ശാരീരികമായി സഹായിക്കുന്ന, അതിൻ്റെ പഠിതാക്കൾ, പരീക്ഷ എഴുതുന്നവർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.